ആണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ ആറോളം വിമാനങ്ങൾ ഇതിനുള്ള മുമ്പിലുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. പക്ഷേ ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പായി പുറത്തു വരുന്നത് ട്രംപിനോട് അസിം മുനീർ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അസിം മുനീറിനോടും ഒരു ബിഗ് നോയാണ് ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നുണ്ട്. യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നും കൂടുതൽ ബോംബുകൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ഇറാനിൽ എന്നും അസിം മുനീറിനെ ട്രംപ് അറിയിച്ചു എന്നാണ് വിവരം. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു എന്നുള്ള ആക്ഷേപവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിദിനം $50 കോടി ഇറാന് ഉപരോധവുമായി ബന്ധപ്പെട്ട നഷ്ടമുണ്ടാകുന്നത്. സമാധാന കരാറിന് തയ്യാറാകണം, അതുവരെ ഉപരോധമുണ്ടാകും. അതായത് ഉപരോധം ആദ്യം കരാർ, പിന്നീട് ഉപരോധം പിൻവലിക്കാം. ഇറാന്റെ ന്യായമെന്ന് പറഞ്ഞാൽ ആദ്യം ഉപരോധം പിൻവലിക്കൂ, പിന്നെ കരാറിലേക്ക് എത്താം. അങ്ങനെ ഒരു തരത്തിലും ആരും വഴങ്ങാത്ത പശ്ചാത്തലം. അമേരിക്ക യുദ്ധം ജയിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. വെടിനിർത്തൽ കരാർ ചൊവ്വാഴ്ച വൈകിട്ടത്തോടെ ഇന്ന് അവസാനിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കരാറിലെത്താതെ വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഈ ഒരു മറുപടി പറയുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഒപ്പം ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും തൻ്റെ സംഘത്തെ അയക്കുമെന്നും ട്രംപ് ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു, കൂടുതൽ ബോംബുകൾ പൊട്ടും എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാശി തുടരുകയും ചെയ്യുകയാണ് ട്രംപ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിൽ ഈ കടുംപിടുത്തങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇറാൻ ഒട്ടും തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയോടും എല്ലാം അറിയിച്ചിരുന്നത്. ഈ ഒരു ഇറാന്റെ സമ്മർദ്ദം കാരണം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ വിവരമെല്ലാം US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചു. പക്ഷേ ട്രംപ് ഒട്ടും തന്നെ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പകരം അദ്ദേഹം കൂടുതൽ അവകാശവാദങ്ങളാണ് പാകിസ്ഥാനോട് പറയുകയും അതുപോലെ തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ വഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ ഇറാന് വലിയ നഷ്ടമാണ് എന്നതാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. പക്ഷെ നമ്മൾ ഇവിടെ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ഇറാൻ ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതിൻ്റെ ചെലവ് ഇപ്പോൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതിലെല്ലാം നമ്മുടെ ഇന്ത്യൻ മണിയുടെ മൂല്യം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ വെറും 25,000 രൂപ വരെയുള്ള ഡ്രോണുകളാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ സേനയ്ക്ക് നേരെ അയക്കുന്നത്. പക്ഷേ അമേരിക്ക അത് നിർവീര്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് തന്നെ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ചെലവുണ്ട്. അപ്പോൾ ഇത്രയധികം ചെലവ് അമേരിക്ക ഈ യുദ്ധത്തിൽ വഹിക്കുന്നുണ്ട്. ഒരു ദിവസം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് ഇടയ്ക്ക് കണക്കാക്കിയപ്പോൾ ഏതാണ്ട് 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുകയാണ് പലപ്പോഴും അമേരിക്ക ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നത്. ഏതാണ്ട് ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോഴേക്കും അമേരിക്കയുടെ ഒരു പൊതുകടം എന്ന് പറയുന്നത് അത് ഏതാണ്ട് 42 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്നാണ് നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി അമേരിക്കയുടെ മുന്നിലുണ്ട്. എന്നാലും ട്രംപ് ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നുമില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇപ്പോൾ ഇസ്രയേലി യുദ്ധം തുടരാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടും ഈ സമാധാന നീക്കങ്ങളുമായി മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു താല്പര്യം കൂടി കണക്കാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മധ്യസ്ഥത ഏറ്റെടുത്തത്. ഇതിനു മുൻപേ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു മധ്യസ്ഥരായത് പാകിസ്ഥാനാണ്. പല അമേരിക്ക തുടങ്ങി വെച്ചിട്ടുള്ള സംഘർഷങ്ങളിലും പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ ആയിരുന്നു, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടാണെങ്കിൽ. ഈ ഒരു വിഷയത്തിലും പാകിസ്ഥാനെ മധ്യസ്ഥത അമേരിക്ക വഹിപ്പിച്ച് മുന്നോട്ട് പോയതിൽ ഈ ഇസ്രായേലിൻ്റെ സമ്മതമില്ലാതെ ഈ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ച് തങ്ങളുടെ നഷ്ടം നികത്തുക എന്നൊരു ഉദ്ദേശം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് നിരന്തരം ഇത്തരം വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നിലവിലുള്ള ഒരു പേരുകേട് അത് നികത്താൻ തന്നെ ആകാം എന്ന് തന്നെയാണ് പലരും അനുമാനിക്കുന്നത്. അതിനിടയിൽ നമുക്കറിയാം ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം പാകിസ്ഥാന് ഇറാനെ അമേരിക്കയെ ധരിപ്പിച്ചിരിക്കുന്നതും ആണവ നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച്, പുതിയ വീഡിയോ അനുസരിച്ച് നാവിക ഉപരോധം അമേരിക്ക തുടരുന്നു എന്ന് തന്നെയാണ്. സെൻട്രൽ കമാൻഡാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ 27 കപ്പലുകളെ ഇതിനകം തിരിച്ചുവിട്ടു എന്നാണ് സെൻട്രൽ കമാൻഡ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. A visit and search in accordance with international law. If you attempt to run the blockade, we will compel compliance with force. Over.
ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമുസിൽ എന്നുള്ളതാണ്. ഹോർമുസിൽ ഇറാനിലേക്ക് വരുന്നതും ഇറാനിൽ നിന്ന് തിരിച്ച് പുറപ്പെടുന്നതുമായ കപ്പലുകളെ പൂർണ്ണമായും അമേരിക്ക തടയുന്ന പശ്ചാത്തലമുണ്ട്. ഇതനുസരിച്ചാണ് 27 എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അജയ്, ഇപ്പോൾ ഈ ഉപരോധം ഒരിക്കലും പിൻവലിക്കില്ല. ഹോർമുസിൽ വലിയ തോതിലുള്ള അമേരിക്കയുടെ സേനാ സാന്നിധ്യമുണ്ട്. വെടിവെക്കുമെന്നും ഒക്കെ പറഞ്ഞ മുന്നറിയിപ്പുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? ഈ കപ്പലിലും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതടക്കം നിരവധി കപ്പലുകളെ ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ്റേതായി പിടിച്ചെടുത്ത ഈ ചരക്ക് കപ്പലിനെ പറ്റി മറ്റ് വിവരങ്ങളൊന്നും അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത്തരമൊരു കപ്പൽ പിടിച്ചെടുത്തതായിട്ട് തൻ്റെ ട്രൂ സോഷ്യൽ വഴി അവകാശപ്പെട്ടത്. ഇറാനും ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വീഡിയോകളെല്ലാം ഈ കപ്പൽ പിടിച്ചെടുക്കുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളായിരുന്നു. അതായത് ഈ കപ്പലിന് നേരെ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ ഈ കപ്പലിലേക്ക് US-ന്റെ സൈനികർ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാമാണ് അവർ പങ്കുവച്ചത്. ഇതിൽ ഈ ഇറാനിയൻ കപ്പലിൻ്റെ നിരവധി കണ്ടെയ്നറുകളും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഉൾവശവും എല്ലാം അവർ പുറത്തുവിട്ട മറ്റ് ദൃശ്യങ്ങൾ കാണാം. പിന്നീട് അമേരിക്ക പുറത്തുവിട്ട മറ്റൊരു ദൃശ്യമാണ് ഇപ്പോൾ നിലവിൽ സ്ക്രീനിൽ കാണുന്നത്. അതായത് അവർ കപ്പലുകളെ തടയുന്ന ദൃശ്യങ്ങൾ. ഈ ഒരു അവരുടെ ഒരു നാവിക സംവിധാനവും അതുപോലെ തന്നെ എയർഫോഴ്സ് സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് കപ്പലുകളെ തടയുന്ന ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ഒരു മെഷീൻ ഗണ്ണ് കപ്പലിന് നേരെ ചൂണ്ടിക്കൊണ്ട് അതിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ US ഉപരോധമുള്ളതാണ്, ഈ ഹോർമുസ് കടക്കാൻ ശ്രമിക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂ സോഷ്യൽ വഴി വ്യക്തമാക്കിയത് ഇറാനിയൻ ചരക്ക് കപ്പലിനും ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവർ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തങ്ങൾ അതിനെ വെടിവെച്ച് എഞ്ചിൻ റൂം ഉൾപ്പെടെ തകർത്ത് അത് പിടിച്ചെടുത്തതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ പുതിയ ഈ ഹോർമുസിലെ ഉപരോധത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് അമേരിക്ക പുറത്തുവിടുന്നത്. അല്ലാതെ ഈ കപ്പലിൻ്റെ വിശദാംശങ്ങൾ അവർ ഇതുവരെ നൽകിയിട്ടില്ല. ഇതിൽ ജീവനക്കാർ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ യുദ്ധത്തടവുകാരാക്കിയിട്ടുണ്ടോ, ഇവരിപ്പോഴും ഈ പശ്ചിമേഷ്യയിൽ വെച്ച് തന്നെയാണ് പിടികൂടിയത്, ഇവരെ ഇനി ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് എങ്ങാനും കൊണ്ടുപോയോ, അത്തരം വിവരങ്ങളൊന്നും നിലവിൽ ആരും തന്നെ ലഭ്യമാക്കിയിട്ടില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് ഈ മധ്യസ്ഥ ശ്രമത്തിന് വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ്. തിരക്കിട്ട ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിലും പാക് ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലും പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ വഴിയും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഡൊണാൾഡ് ട്രംപുമായും മറ്റും സംസാരിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.